ഇടയ്ക്ക് ഞാൻ ചില ക്രിറ്റിക്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വിജയ്ക്ക് സ്റ്റാർഡം ഉണ്ട്, പക്ഷെ ആള് നല്ലൊരു ആക്ടറാണോ അങ്ങനത്തെ രീതിയിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്ത് വരും. ഇപ്പോൾ സൂര്യയാണെങ്കിലും ജയ്ബീം പോലത്തെ സിനിമ ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത്രയും ആളുടെ ആ അഭിനയത്തിൻ്റെ ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീല് എത്തിയിട്ടുണ്ട്. വിജയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല, അങ്ങനെ പറയാൻ സിനിമകളില്ല എന്നുള്ള രീതിയിൽ പല ക്രിറ്റിക്സും പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുമല്ലോ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്താ അഭിപ്രായം? അങ്ങനെയാണോ? അത് വെറുതെ പറയുന്നതാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇതുപോലെ ഒരു ടോപ്പ് ലെവലിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. ഇപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോഴും ഇങ്ങനത്തെ മൂവീസ് എല്ലാം വിജയിക്കുന്നുണ്ടെന്ന് പല ഇപ്പത്തെ പിള്ളേർക്കും അറിയില്ല. ചിലപ്പോൾ 90s കിഡ്സ് ഒക്കെ ആ സമയത്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് വിജയ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2010 ശേഷം ഇറങ്ങിയ ഇന്നത്തെ ഇപ്പോൾ ജനറേഷൻ, ഇപ്പൊ 2K കിഡ്സ് അതിന് ശേഷം വന്ന ജനറേഷൻ വിജയ് എന്ന് പറഞ്ഞാൽ തുപ്പാക്കി മുതലേ അറിയുള്ളൂ. പക്ഷെ തുപ്പാക്കിക്ക് മുമ്പുള്ള ഒരു വിജയ് ഉണ്ട്. അല്ല, വേട്ടയ്ക്കാരൻ ആ സമയത്ത് ഞാൻ അടിച്ച ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്, ആ പാട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ വിജയ് ഫാൻസ് തുടങ്ങി, വിജയ് ഒരു ഫാൻ ഫോളോയിങ് തുടങ്ങിയത് തുള്ളാതെ മനവും അതാണ് ഇവിടെ 100 ദിവസം ഓടി. എനിക്ക് തോന്നുന്നുണ്ട് തുള്ളാതെ മനവും ഒക്കെ ഒന്നും വേണ്ട. ഇപ്പൊ സച്ചിൻ റിലീസ് ചെയ്തു, പോട്ടെ, ഗില്ലി റിലീസ് ചെയ്തു. ഗില്ലി ഇവിടെ കേരളത്തിലും അത്യാവശ്യം ഓടിയതാണ് റിലീസ് ചെയ്തിട്ട്. സച്ചിൻ അവിടെ റിലീസ് ചെയ്തിട്ടും ഭയങ്കരമായിട്ട് ഹിറ്റായി. ഇപ്പൊ വിജയ്ക്ക് ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയണമെങ്കിൽ ആരും പോയി കാണില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നിയത് ഗില്ലി സച്ചിനെല്ലാം സച്ചിൻ റൊമാൻസ്, ഗില്ലി കുറച്ചും കൂടി ഹീറോയിസം. പക്ഷെ ഇപ്പൊ തുള്ളാത്ത മനം തുള്ളും, പിന്നെ ഒരു സിമ്രാന്റെ ഒപ്പം തന്നെ കുറെ മൂവീസ് ചെയ്തിട്ടുണ്ടല്ലോ, പ്രിയമാണവളെ, അങ്ങനെ എനിക്ക് കുറെ പേരുകൾ ഓർമ്മയില്ല. ആ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ 2K കിഡ്സിനും അങ്ങനത്തെ വിജയിനെ അറിയില്ല എന്ന് തോന്നുന്നു. ഒരു പടം ഉണ്ടായിരുന്നു, എനിക്ക് ആ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൂവി സത്യം പറഞ്ഞാല് എനിക്ക് ആ മൂവി എൻ്റെ അമ്മയും ഞാനും ഇരുന്ന സിനിമ ആണ്. ഈ പഴയ സിനിമേനെ പറ്റിയിട്ട് ഞങ്ങളിങ്ങനെ കാണുമ്പോൾ എനിക്ക് അമ്മ ഇങ്ങനെ കഥ പറഞ്ഞുതരും, വിജയുടെ അടിപൊളി പടാന്നൊക്കെ. എനിക്ക് അതിന്റെ പാട്ടേ ഓർമ്മയുള്ളൂ, സിനിമയുടെ പേരറിയില്ല. ഉൻ പേർ സൊല്ലുമാസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു അങ്ങനെ ഖുഷ്ബു ആയിട്ടുള്ളത്, രംഭ ഖുഷ്ബു ഒക്കെ ഉള്ളത് വിജയുടെ ഒരു മൂവി ഉണ്ട്, ചേച്ചിയായിട്ട്. അതന്നെ ആ പടമൊക്കെ എന്ന് പറയുമ്പോ ഈ അടുത്ത TV-യിൽ വരുമ്പോൾ ഞാൻ അമ്മയുടെ ഒപ്പം ഇരുന്നതാണ്. അപ്പൊ അമ്മ ഇങ്ങനെ എനിക്ക് കഥ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ വിജയനെ നമ്മുടെ മനസ്സിലുള്ള വിജയ് എന്താണ്, ഹീറോ. ഇപ്പൊ എല്ലാരും കളിയാക്കി പറഞ്ഞു രക്ഷകന്ന്, പക്ഷെ ആ ഒരു അങ്ങനത്തെ നമുക്ക് ഇത്രയും റൊമാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിജയനെ എനിക്ക് തോന്നില്ല ഇപ്പത്തെ മിക്ക പിള്ളേർക്കും അങ്ങനെ ആലോചിക്കാനോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഈ വിജയ് 92-ല് സിനിമയിൽ വന്ന് റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കുറെ കാലം വലസി. അത് കഴിഞ്ഞിട്ട് വിജയ് വേറൊരു ലെവലിൽ പോയത് ഗില്ലിയാണ്. അതൊരു 2004 ഗില്ലി എന്നാണ്. തിരുമലൈ ശരിക്കും 2003-ൽ തിരുമലയിലാണ് വിജയ് വേറൊരു ലുക്കിൽ കുറച്ചൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരു ആക്ഷൻ ലെവൽ വരണത്. അവിടുന്ന് പിന്നെ കുറെ പടങ്ങൾ ചെയ്ത് പിന്നെ ഒരു 2012 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തുപ്പാക്കി വരണത്. വേറൊരു ടൈപ്പ് ഓഫ് വിജയനെ നമ്മൾ കണ്ടു. തുപ്പാക്കി ശേഷമുള്ള കുറച്ചും കൂടി ഒരു ഹൈഫൈ വിജയനെ കണ്ടു.